So next we are moving on to the types of allowances. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഏരിയ അലവൻസസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. There are basically three types of allowances. The first one is taxable allowances, allowances exempt to a specified limit, then fully exempted allowances. Taxable allowances in the sense that they are fully taxable. Okay. എന്നുവെച്ചാൽ എത്ര രൂപ വാങ്ങിയാലും അത് ഫുൾ എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. ഫസ്റ്റ് വൺ ഇസ് ദി DA, dearness allowance, then dearness pay, fixed medical allowance, which is given to the ഡോക്ടേഴ്സ് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഫിക്സഡ് മെഡിക്കൽ അലവൻസ്. ടിഫിൻ അലവൻസ് വിച്ച് വിൽ ബി ഗിവൺ ഇൻ സബ്സിഡി ഫെസിലിറ്റി അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യാത്തവർക്ക് ആസ് ആൻ ആഡ് ഓൺ കൊടുക്കുന്നതാണ് ടിഫിൻ അലവൻസ്. ദെൻ ദി നെക്സ്റ്റ് വൺ ഇസ് സെർവന്റ് അലവൻസ്, ഡൊമസ്റ്റിക് വർക്കേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന. നോൺ പ്രാക്ടീസിങ് അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ് എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് വീട്ടില് എന്ത് ചെയ്യാൻ പാടില്ല, ക്ലിനിക്കോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ ഒന്നും നടത്താൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് നോൺ പ്രാക്ടീസിങ് അലവൻസ്. ഹിൽ അലവൻസ്, അതായത് സീ ലെവലിൽ നിന്നും ഇത്ര ഓൾട്ടിറ്റ്യൂഡ് വരെ ഉയർന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് ഹിൽ അലവൻസ്. വാർഡൻ അലവൻസ് ഓർ പ്രോക്ടർ അലവൻസ്, പേഴ്സൺ ഹൂ ഇസ് എന്താണ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ റിസൈഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടീസ്, വാർഡനായിട്ടോ പ്രോക്ടർ ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ കൊടുക്കുന്നതാണ് വാർഡൻ ഓർ പ്രോക്ടർ അലവൻസ്. ദെൻ ഡെപ്യൂട്ടേഷൻ അലവൻസ്, ആസ് പാർട്ട് ഓഫ് ഡ്യൂട്ടി, ഇഫ് യു ഡ്യൂട്ടി നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഡെപ്യൂട്ട് ചെയ്യോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ഡെപ്യൂട്ടി, അപ്പോഴും കൊടുക്കുന്നതാണ് ഡെപ്യൂട്ടേഷൻ അലവൻസ്. ഓവർ ടൈം അലവൻസ്, നോർമൽ വർക്കിംഗ് അവറിനേക്കാൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ആ കൂടുതൽ വർക്ക് ചെയ്യുന്ന ടൈമിന് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ആണ് ഓവർ ടൈം അലവൻസ്. Other allowances, that city compensatory allowances, CCA, then marriage allowance and education allowance. Education allowance, allowance ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇൻ ഓൾ ദീസ് കേസസ് ഓൾ ദീസ് അലവൻസസ് ആർ ടാക്സബിൾ. ഇനി അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഫസ്റ്റ് കേസിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് വറീഡ് ആവണ്ട. കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ബി ഏബിൾ ടു നോ വാട്ട് ഇസ് ടാക്സബിൾ ആൻഡ് വാട്ട് ഇസ് നോട്ട് ഫുള്ളി ടാക്സബിൾ. അല്ലെങ്കിൽ ഞാൻ എളുപ്പത്തിന് ഒരു കാര്യം പറഞ്ഞുതരാം. യു ക്യാൻ സ്റ്റഡി ദീസ് ടു ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഇസ് വാട്ട് ആർ ദി അലവൻസസ് വിച്ച് ആർ എക്സംപ്റ്റഡ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്, ഏതൊക്കെയാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു ദിസ് ക്ലാസിഫിക്കേഷൻ, ഈ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി നിങ്ങൾ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ₹1 പോലും ടാക്സ് ചെയ്യേണ്ട, ദാറ്റ് ഇസ് ഫുള്ളി എക്സംപ്റ്റഡ്. അപ്പൊ ആദ്യം പറഞ്ഞത് ഫുൾ എമൗണ്ട് ടാക്സബിൾ ആവുന്നത്, ഇപ്പൊ പറയുന്നത് ഫുള്ളി എക്സംപ്റ്റഡ്. That is when you are receiving foreign allowance. That is all those persons who are part of India government service, but they are rendering their service outside India. അപ്പൊ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് foreign allowance. Then sumptuary allowances, that is the High Court and Supreme Court judgesന് കൊടുക്കുന്നതാണ് sumptuary allowance. Then allowances from UNA, that is all those allowances which has been received from United Nations organization. അപ്പൊ അവിടുത്തെ എംപ്ലോയീസിനും അതിനും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ₹1 പോലും കൊടുക്കേണ്ട. Then per diem allowance, all these are fully exempted. Then the very important thing, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില അലവൻസസ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ എക്സംപ്റ്റഡ് ആണ്. ദാറ്റ് ഇസ് ദേ ആർ എക്സംപ്റ്റഡ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ആ ലിമിറ്റിന് ശേഷം ബാക്കി എമൗണ്ട് എന്താവും, ടാക്സബിൾ ആവുമെന്നാണ് മീനിങ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹൗസ് റെന്റ് അലവൻസ്. ഓക്കെ, ദാറ്റ് ഇസ് വെൻ യു ആർ ലിവിങ് ഇൻ എ റെന്റഡ് ഹൗസ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഓൺ ഹൗസിൽ താമസിച്ചിട്ട് HRA ക്ലെയിം ചെയ്യാൻ പറ്റില്ല. റെന്റഡ് ഹൗസിൽ താമസിക്കുന്നതിന് നമുക്കുണ്ടാകുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ്. ദെൻ എന്റർടൈൻമെന്റ് അലവൻസ്, അത് എക്സംപ്റ്റഡ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്, അതായത് ഇറ്റ് ഇസ് ആൻ അലവൻസ് ആസ് വെൽ ആസ് ഇറ്റ് ഇസ് ഗിവൺ ആസ് എ ഡിഡക്ഷൻ. ദെൻ സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് സർട്ടൻ എക്സ്പെൻഡിച്ചർ, അതായത് ചില എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി, അത് പേഴ്സണൽ പർപ്പസിന് വേണ്ടി മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആവാം. അതിനെയാണ് സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് സർട്ടൻ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. ഇപ്പൊ നമ്മൾ ആദ്യം വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺ ദ ടോപ്പിക്
ഹൗസ് റെന്റ് അലവൻസ് ദാറ്റ് ഇസ് HRA. അതിന്റെ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം കഴിവതും മാക്സിമം അലവൻസസ് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിച്ച് അത് വെച്ച് വർക്ക് ചെയ്ത ശേഷമായിരിക്കും പിന്നീട് നമ്മൾ തൊട്ട് മുന്നേ കണ്ട പോലെ ഗ്രോസ് സാലറി കാൽക്കുലേഷനിലോട്ടൊക്കെ കടക്കുന്നത്. ഓക്കെ, യു ആർ ക്ലിയർ? ഞാൻ ഇത്രയും പറഞ്ഞ വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യു ക്യാൻ റിപ്ലൈ. So as we discussed at the beginning, there are three kinds of allowances, that is taxable allowances. They are fully taxable. Second one is allowances exempted up to a specified limit, and the last one is fully exempted allowance. അതില് allowances exempted to up to a specified limit, first one ആണ് HRA, entertainment allowance, then special allowances for meeting certain expenditure, personal purpose, official purpose. ഈ allowances exempted up to a specified limit ഫസ്റ്റ് വൺ HRA ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. In the case of house rent allowance, as I said earlier, SSC not living in owned house, സ്വന്തം വീട്ടിൽ താമസിക്കാത്ത ആള് മാത്രമേ ഇത് അലവൻസ് ക്ലെയിം ചെയ്യാവൂ. ദാറ്റ് ഇസ് എ പേഴ്സൺ ലിവിംഗ് ഇൻ എ റെന്റഡ് ഹൗസ്. നെക്സ്റ്റ്, ദിസ് അലവൻസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, SSC ലിവിംഗ് ഇൻ എ റെന്റഡ് ഹൗസ് മാത്രമേ ഈ അലവൻസ് ക്ലെയിം ചെയ്യാവൂ. And this allowance is given by the employer to the employee to meet the expenditure incurred on payment of rent. റെന്റിന്റെ പേയ്മെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ അലവൻസസ് കൊടുക്കുന്നത്. ആൻഡ് എക്സംപ്റ്റഡ് HRA, ഹൗ വിൽ യു കാൽക്കുലേറ്റ്? നമ്മൾ പറഞ്ഞു ഒരു ലിമിറ്റ് വരെ, ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ HRA എക്സംപ്റ്റഡ് ആണ്. സോ വാട്ട് ഇസ് ഇറ്റ്സ് എക്സംഷൻ ലിമിറ്റ്? അതാണ് നമ്മൾ നോക്കുന്നത്. Exempted HRA എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോർഷൻ ഓഫ് HRA ഓർ ദ പാർട്ട് ഓഫ് HRA വിച്ച് ഇസ് നോട്ട് ടാക്സിബിൾ. നമുക്ക് ടാക്സ് കൊടുക്കേണ്ടാത്ത പോർഷനാണ് നമ്മൾ എക്സംപ്റ്റഡ് HRA എന്ന് പറയുന്നത്. സോ ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഒന്ന്, ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്, നമുക്ക് ആക്ച്വൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട്. രണ്ടാമത്തത്, റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെന്റ് പേ ചെയ്യുന്നതിൽ നിന്നും സാലറിയുടെ 10%. വാട്ട് ഇസ് സാലറി എന്നുള്ളത് പറയാം. Third one, 50% of salary in cases where the assessee is living in Mumbai, Kolkata, Delhi and Chennai. ഇങ്ങനത്തെ മെട്രോ സിറ്റീസിൽ താമസിക്കുവാണെങ്കിൽ, മെട്രോപൊളിറ്റൻ സിറ്റീസിൽ താമസിക്കുവാണെങ്കിൽ 50% ഓഫ് സാലറി. ഇൻ ഓൾ അതർ പ്ലേസസ്, ബാക്കി ഏത് സ്ഥലം തന്നെയാണെങ്കിലും. ഇപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നുന്നു ചെന്നൈയിലെ ഒരു സ്ഥലം തരുമോ, അങ്ങനെയൊന്നും തരത്തില്ല. ഡയറക്ട്ലി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള സ്ഥലങ്ങളൊക്കെ പറയത്തുള്ളൂ. അപ്പൊ മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഇങ്ങനെ ഡൽഹി, ചെന്നൈ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% എടുക്കുക, അല്ലെങ്കിൽ 40%. ഈ 3 എമൗണ്ടിലും ഏതാണോ ലീസ്റ്റ് എമൗണ്ട് അതായിരിക്കും എന്തെന്ന് പറയുന്നത്, എക്സംപ്റ്റഡ് HRA. ദെൻ നമ്മൾ ഇവിടെ എല്ലായിടത്തും കണ്ടു സാലറി, സാലറി. സോ വാട്ട് ഇസ് സാലറി? ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ, മീൻസ് മോസ്റ്റ്ലി ഒരു നോഷൻ ഉണ്ട്, ഈ ഇൻകം ഫ്രം സാലറി പഠിക്കാൻ ഭയങ്കര പാടാണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അതിന് ഒരു ഇഷ്യൂ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അലവൻസസ് ആയാലും പെർക്വിസിറ്റ്സ് ആയാലും ഓരോ അലവൻസസിനകത്തും ആ അലവൻസസിന്റെ കമ്പ്യൂട്ടേഷനിൽ ഇപ്പൊ ഇവിടെ തന്നെ എക്സംപ്റ്റഡ് HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു സാലറി എന്ന് മെൻഷൻ ചെയ്തിരുന്നു. വാട്ട് ഈസ് ദാറ്റ് സാലറി? ആ സാലറി ഡെഫിനിഷൻ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം.
സോ ദ സാലറി ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് എച്ച് ആർ എ കാൽക്കുലേഷനുള്ള സാലറി എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളെ എടുക്കാവൂ. ആദ്യം ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സാലറിയാണ്. കാരണം സാലറി കിട്ടിയാൽ ഈ എക്സംഷൻ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കമ്പോണന്റ് സാലറി ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് എച്ച്.ആർ.എയിൽ വരുന്നത് നമ്മുടെ ബേസിക് പേ, ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് ദി റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോഴേ പറഞ്ഞു ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഓർ ഡിയർനെസ് പേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി അല്ലെങ്കിൽ പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് മോർ ഓർ ലെസ് ഈക്വലൻ ടു ഡിയർനെസ് പേ. ലാസ്റ്റ് വൺ ഫിക്സഡ് പെർസെന്റേജ് കമ്മീഷൻ. വെറുതെ കമ്മീഷൻ എന്ന് പറഞ്ഞ് തന്നാ പോരാ, ഫിക്സഡ് പെർസെന്റേജ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. ടേൺ ഓവറിന്റെ ഇത്ര പെർസെന്റേജ് കമ്മീഷൻ ഫിക്സഡ് പെർസെന്റേജ് ആയിരിക്കണം. അങ്ങനെ കമ്മീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കമ്പോണന്റ് കൂടെ ആഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് സാലറി. ഈ സാലറി കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എക്സംപ്റ്റഡ് എച്ച്.ആർ.എ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ എക്സംപ്റ്റഡ് എച്ച്.ആർ.എ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ എമൗണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന എച്ച്.ആർ.എ ആക്ച്വൽ എമൗണ്ട് എഴുതുക. രണ്ടാമത്തേത് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. തേർഡ് വൺ 50% ഓർ 40% ഓഫ് സാലറി. 50% എടുക്കുന്ന നാല് സ്ഥലങ്ങളിൽ മാത്രം, അല്ലാതെ ഏത് പ്ലേസ് ആണെങ്കിലും 40%. ഈ മൂന്ന് എമൗണ്ടിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണോ അതാണ് എക്സംപ്റ്റഡ്. സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ടാക്സബിൾ എച്ച്.ആർ.എ? ടാക്സബിൾ എച്ച്.ആർ.എ എന്ന് പറയുന്നത് ആക്ച്വൽ എച്ച്.ആർ.എ റിസീവ്ഡ്, അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യാം? യു ജസ്റ്റ് ഡിഡക്ട് ദി exempted HR. So what you get is taxable HR.
Is it audible? Okay. So Mr. Alvin is an employee in Chennai. He resides in a rented house for which he pays monthly rent of 4,000. അപ്പൊ monthly rent 4,000 ആണ് പേ ചെയ്യുന്ന ഒരു rented ഹൗസിലാണ് താമസിക്കുന്നത് പറയുന്നുണ്ട്. He receives HRA from the employer 5,500 per month ആണ് റിസീവ് ചെയ്യുന്നത്. Along with HRA, his monthly salary consists of the following. ഈ താഴെ പറയുന്ന മന്ത്ലി സാലറിയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ബേസിക് പേ, DNS അലവൻസ്, യൂണിഫോം അലവൻസ്, ബോണസ്. കമ്പ്യൂട്ട് ടാക്സബിൾ പോർഷൻ ഓഫ് HRA. ടാക്സബിൾ പോർഷൻ ഇസ് ടാക്സബിൾ HRA കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റിനി പറഞ്ഞേക്കുന്നത്. സോ വി ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിലെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യനിൽ തരുന്ന അസസിയുടെ പേര് വെച്ച് എഴുതണം. ടാക്സബിൾ HRA ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ടാക്സബിൾ പോർഷൻ ഓഫ് HRA. അപ്പൊ നമ്മൾ ആദ്യം ആക്ച്വൽ HRAയിൽ നിന്ന് എക്സംപ്റ്റഡ് HRA കണ്ടുപിടിക്കണം, അപ്പോഴായിരിക്കും ടാക്സബിൾ കിട്ടുക. സോ വി ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് മന്ത്ലി റെന്റ് ആണ്. സോ ദാറ്റ് മന്ത്ലി റെന്റ് നമുക്ക് ഇയർലി ആക്കാം. 4,000 ഇൻറ്റു 12. ഫോർ 48,000. Next one is HRA. House rent allowance is 5,500 into 12. Then the amount will be 66,000. നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ക്വസ്റ്റിന് തന്ന ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ഇയർലി ആക്കി. ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രൈം മോസ്റ്റ് തിങ്, വാട്ട് ഇസ് ദിസ് കാൽക്കുലേഷൻ ഓഫ് സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HR. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതാം, സാലറി ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് HR. ദാറ്റ് വിൽ ബി ബെറ്റർ. നമുക്ക് 3 കാര്യം എടുക്കാന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ബേസിക് പേ, DA ഫോമിംഗ് പാർട്ട് ആണെങ്കിൽ എടുക്കാം, ഫിക്സഡ് പെർസെന്റേജ്, കമ്മീഷൻ. പക്ഷേ ക്വസ്റ്റ്യനകത്ത് ബേസിക് പേ എടുക്കാം, യൂണിഫോം അലവൻസ്, ഡിയർനെസ് അലവൻസ് ഒന്നും എടുക്കില്ല, ബോണസും എടുക്കില്ല. ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ആയിരുന്നു എങ്കിൽ എടുക്കും, ഇവിടെ അല്ല, അതുകൊണ്ട് എടുക്കണ്ട. യു വിൽ ടേക്ക് ഓൺലി ദ ബേസിക് പേ ഹിയർ.
12,000 into 12. Next നമുക്ക് exempted portion കണ്ടുപിടിക്കാം. കാരണം exempted portion അറിഞ്ഞാലേ നമുക്ക് taxable എത്രയെന്ന് അറിയുള്ളൂ. എക്സംപ്റ്റഡിന്റെ കേസിൽ ആദ്യം നമ്മുടെ എക്സംപ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് റിസീവ്, ആക്ച്വൽ HRA റിസീവ്ഡ്. ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കും. എക്സംപ്ഷൻ ആക്ച്വൽ HRA റിസീവ്ഡ് നമ്മൾ അപ്പോഴേ കണ്ടുപിടിച്ചിരുന്നു, ₹66,000. Second one is rent paid minus 10% of salary. റെന്റ് പെയ്ഡ് ഇവിടെ പറയുന്നുണ്ട്, ഹി പെയ്ഡ് എ മന്ത്ലി റെന്റ് ഓഫ് 4,000 എന്ന്. നമ്മൾ അതിന് ഇയർ ആക്കിയപ്പോൾ 48 കിട്ടി. സോ ദാറ്റ് റെന്റ് പെയ്ഡ് മൈനസ് 10% സാലറി നമ്മൾ ഇവിടെ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 1,44,000. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 14,400. 33,600. ലാസ്റ്റ് വൺ നമ്മൾ ഈ പേഴ്സൺ അസസി ഈസ് റിസൈഡിങ് ഇൻ ചെന്നൈ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ചെന്നൈയിലാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം 50% ഓഫ് സാലറി ഇൻ കേസ് ഓഫ് മുംബൈ, കൊൽക്കത്ത, ഡൽഹി ആൻഡ് ചെന്നൈ. ഇപ്പൊ ഇവിടെ ചെന്നൈ ആണ്, അതുകൊണ്ട് 50% ഓഫ് സാലറി. സോ 1,44,000 50%. That amounts to ₹72,000. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എക്സംപ്റ്റഡ് ആവുക. എപ്പോഴും ലീസ്റ്റ് ആണ് എക്സംപ്റ്റഡ് ആവുക. ഇതിലെ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാം 33,600. അപ്പൊ അതാണ് എക്സംപ്റ്റഡ് HRA. ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് എഴുതാം, എക്സംപ്റ്റഡ് HRA. $33,600. നമുക്ക് question was to compute the taxable portion of HRA. അപ്പം we can write the heading, computation of taxable HRA for the assessment year 2021. Actual HRA received actual HRA is 66,000. നമ്മൾ അപ്പോഴേ ഇയർലി ആക്കിയത്, ലെസ് exempted HRA the amount is exempted HRA is 33,600. So the taxable portion is 32,400. This is the answer. Hope it is clear to you all. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ചെയ്തത് തന്നിരുന്ന മന്ത്ലി ഇൻഫർമേഷൻ ഒക്കെ ഇയർലി ആക്കി. ദെൻ പിന്നീട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, യു ഹാവ് ടു കാൽക്കുലേറ്റ് വാട്ട് ഇസ് സാലറി. സാലറി എത്രയാണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഇസ് ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് HRA. നമ്മളിവിടെ ബേസിക് പേ കമ്പോണന്റ് മാത്രമേ എടുക്കുകയുള്ളൂ. വി ഹാവ് കമ്പ്യൂട്ടഡ് സാലറി. ഇനി എക്സംപ്റ്റഡ് HRA കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ടാക്സബിൾ HRA ഫൈൻഡ് ഔട്ട് ചെയ്തു. മൂവിംഗ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay. So the second question, Mr. George, a resident of Agra,
receives 1,92,000 as basic salary during the year 1920. In addition, he gets 19,200 per annum as dearness allowance, forming part of pay. Forming part of salary. 7% commission on sales made by him, that is sales made by Mr. George during the year 1920 was 86,000. 7% commission on sales. Okay. So that is the case of fixed percentage commission on sales. 7% തന്നിട്ടുണ്ട്. ആ വർഷത്തെ സെയിൽസും തന്നിട്ടുണ്ട്. ഓക്കെ. ദാറ്റ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം എത്രയാണെന്ന്. 24,000 per annum HRA ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. He pays 21,500 per annum as rent. Rent പേ ചെയ്യുന്നത് തന്നിട്ടുണ്ട്. Compute the house rent allowance exempt from tax. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ എല്ലാം ഇയർലി ഇൻഫർമേഷൻ ആണ്, ഒന്നും മന്ത്ലി തന്നിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മന്ത്ലി ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിനെ ആനുവൽ ആക്കുക. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദി ക്വസ്റ്റ്യൻ ആദ്യം വേണ്ടത് സാലറി ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് HR. അതിന് ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ബേസിക് പേ. ദിസ് ഇസ് ഗിവൺ ആനുവൽ. ഇയർലി ആയിട്ട് തന്നിട്ടുണ്ട് ബേസിക് പേ 1,92,000. And the next one, DA forming part. DA forming part ആണ് ഇവിടെ. Forming part 19,200. Then sales fixed percentage commission തന്നെ എഴുതി ശീലിക്കുക. ഇവിടെ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇയറിലത്തെ സെയിൽസ് തന്നിട്ടുണ്ട് 86,000. അതിന്റെ 7%. That amounts to 6,020. So ഇതെല്ലാം കൂടെ ആഡ് അപ്പ് ചെയ്യുക, you will get the salary amount. 2,17,220. That will be the amount for salary. Then അടുത്ത നമ്മൾ ചെയ്യേണ്ടത് exempted HR. Exempted HR. ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടേഷൻ ഓഫ് എക്സംപ്റ്റഡ് HR എന്ന് എഴുതാം. ബിക്കോസ് ഇറ്റ് വാസ് ആസ്ക്ഡ് ഇൻ ദി ക്വസ്റ്റ്യൻ. ടാക്സബിൾ അല്ല, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഡിഫറൻസ് ഇതാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് എക്സംപ്റ്റഡ് HR. ഫസ്റ്റ് എക്സംപ്ഷൻ എന്ന് പറയുന്നത് ദി ആക്ച്വൽ റെന്റ് റെസീവ്. സോറി, ആക്ച്വൽ HRA receive. Actual HRA received. That amounts to 24,000. Then rent paid minus 10% of salary. That equals rent paid 21,500
minus 10% of salary. Salary 2,17,220 10%. ഇതൊരിക്കലും നെഗറ്റീവ് ഒന്നും എഴുതരുത്, നിൽ. Then here the place is Agra. അപ്പോ all other cases 40% ആണ്. So 2,17,220 40%. 86,888. ഇതില് ഏറ്റവും ലീസ്റ്റ് ആണ് എക്സംപ്റ്റഡ് ആവുക. ഇവിടെ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നില്ലാണ്. എന്ന് വെച്ചാൽ മീനിങ് ദ ഫുൾ എമൗണ്ട് ഓഫ് HRA received will be taxable. Moving to the next question. From the following details, compute taxable amount എന്നാ പറഞ്ഞിരിക്കുന്നത്. Taxable amount of HRA in respect of Mr. Anu, an employee of a limited company in Mumbai. Salary received by Mr. Anup during the year include the following. Basic pay എല്ലാം മന്ത്ലി ആയിട്ടാണ് തന്നേക്കുന്നത്. മീൻസ് മന്ത്ലി ആയിട്ട് ബേസിക് പേ, DA, ഡിയർനെസ് പേ, ഡിയർനെസ് അലവൻസ് എല്ലാം ഇറ്റ് ഈസ് ഗിവൺ ആസ് എന്താണ് മന്ത്ലി ആണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ ബേസിക് പേ നമ്മൾ എടുക്കും, ഡിയർനെസ് പേ എടുക്കും, ഡിയർനെസ് അലവൻസ് നമ്മൾ എടുക്കില്ല, ബിക്കോസ് അത് നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യില്ല. ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ആണെങ്കിൽ എടുക്കുള്ളൂ. ഈ അഡ്വാൻസ് സാലറി, അരിയേഴ്സ് ഓഫ് സാലറി, ഫിക്സഡ് കമ്മീഷൻ എന്നാ എഴുതരുത്, ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ആണെങ്കിൽ എടുക്കുള്ളൂ. ഇത് ഫിക്സഡ് കമ്മീഷൻ ആണ്. ഇതൊന്നും നമ്മൾ സാലറി പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാലറിയുടെ കേസിൽ എടുക്കില്ല. സോ ആദ്യം അതൊരു നോട്ടായിട്ട് എഴുതാം.
ഓക്കെ, നമുക്കപ്പം ഒന്നിലെ മന്ത്ലി ഫിഗേഴ്സിനെ ആനുവൽ ആക്കിയിട്ട് ചെയ്തു തുടങ്ങാം, അല്ലെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി സ്റ്റാർട്ട് ദ സാലറി കമ്പ്യൂട്ടേഷൻ. ഞാനിവിടെ മന്ത്ലിനെ കൺവേർട്ട് ചെയ്ത് എടുക്കുന്നില്ല, ഐ ആം ടേക്കിംഗ് ഡയറക്ട്ലി. ആദ്യം സാലറി കമ്പ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഐറ്റം സാലറിക്ക് വരിക ബേസിക് പേ ആണ്. ബേസിക് പേ എമൗണ്ട് 7,500 per month ആണ് between. So that amounts to 90,000. Then basic pay കഴിഞ്ഞാൽ dearness pay ഷോർട്ട് ആയിട്ട് DP എടുക്കാണ്. Dearness pay amount is 1,000 per month, 12 monthsൽത്തേക്ക്, then it becomes 12,000. Then dearness pay കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് fixed percentage commission. So fixed percentage commission will be, ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് commission 3% on the sales target achieved. 1 lakhന്റെ 3%. That amounts to 3,000. So total salary amount എന്ന് പറയുന്നത് 1,05,000. So salary compute ചെയ്തു. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് exempted HR calculate. Each of the following ആണ് exempted ആവുന്നത്. First one, actual HRA received. The actual HRA received എന്ന് പറയുന്നത് 36,000. ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട് 36,000. Next one, rent paid minus 10% of salary. So that equals rent paid by him 36,000 തന്നെയാണ്. So 36,000 minus സാലറി നമ്മൾ അപ്പോഴേ കണ്ടുപിടിച്ച 1,05,000ന്റെ 10%. That equals to 25,500. Then this particular assessee is living in Mumbai. അനൂപ് എന്ന് പറയുന്ന അസസി അപ്പൊ മുംബൈയിലാണ്. സോ 50% ഓഫ് സാലറി. 1,05,000ന്റെ 50%. സോ exempted HR നമ്മൾ കണ്ടുപിടിച്ചു. That you can just write down. ഇതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് that is 25,500. Question was to find out the taxable HRA ആണ് കണ്ടുപിടിക്കുന്നത്. So the actual HRA received was 36,000. Then exempted HRA നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 25,500. So the taxable portion of HRA will be 10,500.
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. Moving to the next question. From the following information, compute taxable HRA in respect of A, B, C, and D for employees of a company. A and B are working in Delhi, while C and D are working in Bangalore branch. Okay. അപ്പം നമുക്ക് നാല് പെർട്ടിക്കുലർ പേഴ്സൺ മീൻസ് 4 പേരുടെ 4 അസസിയുടെ ഇൻഫർമേഷൻ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. കമ്പ്യൂട്ട് ദി ടാക്സബിൾ പോർഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രൈവറ്റ് എംപ്ലോയിയുടെയും ഗവൺമെന്റ് എംപ്ലോയിയുടെയും ആരുടെ തന്നെ ആയാലും വാട്ട് എവർ ബി ഇറ്റ്, ദ റൂൾ ഇസ് സെയിം. HRA ടാക്സബിൾ HRA കണ്ടുപിടിക്കാനുള്ള റൂള് സെയിം ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് A, B, C and D are ഗവൺമെന്റ് എംപ്ലോയീസ് എന്നുണ്ട്. ഓക്കെ. ഡിയർനെസ് പേ പെർ മന്ത് ആണ് തന്നേക്കുന്നത്, എല്ലാം പെർ മന്ത് ആണ് തന്നേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് യു നീഡ് ടു കമ്പ്യൂട്ട് ആനുവലി കമ്പ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ആനുവലി കമ്പ്യൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് വാട്ട് ഇസ് സാലറി, ദാറ്റ് ഇസ് സാലറി ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് HRA ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് എക്സംപ്റ്റഡ് പോർഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ്ലി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ടാക്സബിൾ HRA. സോ യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നോട്ടായിട്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. ഡൂയിങ് ദിസ് ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഈക്വൽ ആവും, കാരണം 4 പേരുടെ കമ്പ്യൂട്ടേഷൻ വരുന്നുണ്ട്. നോട്ടായിട്ട് ഒരു കാര്യം എഴുതുക. റൂൾ ഫോർ HRA is same for both. This is the answer for the second part. Government and private employees. ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സാലറി, then you need to calculate the exempted HRA, and after that you need to calculate the taxable HRA. So taxable HRA ഞാൻ ഫൈനൽ ആൻസർ മാത്രം ഇവിടെ പറയുന്നു. ബിക്കോസ് ഇതിനകത്ത് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. അതുകൊണ്ട് ആൻസർ മാത്രം പറയുക. $3,360
And the last one, nil. Taxable portion കാണത്തില്ല. Okay, അടുത്ത question. Ms. Radha is a salaried employee working in a private company in Kerala. Her basic pay as on 1/4/2019 was 18,000, which was increased to 22,000 with effect from 1/8/2019. She was also getting dearness allowance at the rate of 30%, 50% of which is included for retirement benefits. അപ്പോൾ പകുതി DA forming part ആണ്. Okay. The employer also provide her entertainment allowance. House rent allowance is rupees 3,000 and bonus equivalent to 2 months salary. She is residing in a rented house for which she pays monthly rent ആണ് തന്നിരിക്കുന്നത് 5,000. നമ്മുടെ അടുത്ത് കുറെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിലും എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് അലവൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും here we were asked to do only or compute the taxable portion of HR. അപ്പൊ ആദ്യം നമുക്കിവിടെ സാലറിയിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. നമ്മൾ ആദ്യം അപ്പം ഓർക്കേണ്ട കാര്യം അവർ പ്രീവിയസ് ഇയേഴ്സ് 1st April 2019 to 31st March 2020. This is our previous year. HRA monthly ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് ഇയർലി ആക്കാം. HRA is 3,000 into 12. $36,000. Then rent paid. Rent paid is again 5,000 into 12. That equals to 60,000. ക്വസ്റ്റ്യനില് DA എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ബേസിക് പേയുടെ 30% എന്നാ പറഞ്ഞിരിക്കുന്നത്. Then you will get an amount. Let it be A എന്ന് എഴുതാം നമുക്ക്. പക്ഷേ DA ഫാമിംഗ് പാർട്ട് എന്ന് പറയുന്നത് തൊട്ട് മുന്നേ കണ്ടുപിടിച്ച എമൗണ്ടിന്റെ എത്ര മാത്രമേ ഫാമിംഗ് പാർട്ട് ആവുന്നുള്ളൂ? 50%. ഇനി നമുക്ക് സാലറി ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് HR. അതിൽ ആദ്യം വേണ്ടത് ബേസിക് പേ ആണ്. പക്ഷെ ശ്രദ്ധിക്കുക ഇവിടെ ചേഞ്ച് ഇൻ ദ സാലറി. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്കിപ്പോ ബേസിക് സാലറി നോക്കണം. നമ്മുടെ പ്രീവിയസ് ഇയർ 1/4/2019 ആ ഡേറ്റ് തൊട്ട്
സാലറിയുടെ ചേഞ്ച് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/8 പുതിയ സാലറി എഫക്റ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ 31 ജൂലൈ വരെ മാസം വരും, 4 മാസം. For this 4 months the salary was 18,000. ഒരു മാസം 18,000 ആയിരുന്നു. 18,000 into 4, 72,000. അടുത്ത ശ്രദ്ധിക്കുക, പിന്നീട് സാലറി ഇൻക്രീസ് ചെയ്ത് 22 ആക്കി. അപ്പോൾ 1/8/2019 തൊട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ തീരുന്ന ഡേറ്റ് 31 മാർച്ച് 2020 വരെ ബാക്കി റിമൈനിങ് എത്ര മാസം? 8 മന്ത്സ്. ആ 8 മന്ത്സിലത്തേക്ക് ഉള്ള സാലറി എന്ന് പറയുന്നത് 22,000 ആണ്. 22,000 into 8 മാസം. So that amounts to rupees 1,76,000. അങ്ങനെ സാലറി, ബേസിക് സാലറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിക് പേ എന്ന് പറയുന്നത് 2,48,000. ബേസിക് പേ. ഓക്കെ, ഇനി അടുത്തത് DA. DA ഫോമിംഗ് പാർട്ട് മാത്രമേ നമുക്ക് എടുക്കേണ്ടുള്ളൂ. പക്ഷെ നമ്മൾ DA ഫോമിംഗ് പാർട്ട് എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ ആദ്യം DA കണ്ടുപിടിക്കാം. 2,48,000-ന്റെ 30% ആണ് DA. That amounts to rupees 74,400. DA-യുടെ ആ കിട്ടുന്ന DA-യുടെ 50% ആണ് ഫോമിംഗ് പാർട്ട്. അതാണ് നമുക്ക് വേണ്ട എമൗണ്ട്. 74,400-ന്റെ 50%. That amounts to 37,200. ബേസിക് പേ ആയി DA ഫോമിംഗ് പാർട്ടായി ഫിക്സഡ് പെർസെന്റേജ് കമ്മീഷൻ ഉണ്ടോ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഫിക്സഡ് പെർസെന്റേജ് കമ്മീഷൻ ഇല്ല. സാലറി ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് HRA എന്ന് പറയുന്നത് 37,200-ഉം 2,48,000-ന്റെ ടോട്ടൽ. $2,85,200. സാലറി കാൽക്കുലേഷൻ ആയുള്ളൂ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ബേസിക് തിങ് എന്ന് പറയുന്നത്, ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ട എക്സംപ്റ്റഡ് HRA, അതിനുശേഷം ടാക്സബിൾ HRA. Exempted HRA, first one is actual HRA received. Actual HRA received rupees 36,000. And rent paid minus 10% of salary. So rent paid എന്ന് പറയുന്നത് 60,000. Rent paid. അതിൽ നിന്നും അപ്പോഴേ നമ്മൾ കണ്ടുപിടിച്ച് 2,85,200-ന്റെ 10%. 28,520. 31,480. Last one
This person is residing. കേരള എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം 40% സാലറി. That amounts to rupees 2,85,200 in the 40%. 1,40,000. Sorry, 1,14,080. ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 31,480. ഇപ്പൊ എഴുതുക എക്സംപ്റ്റഡ് HR. Exempted HR is equal to rupees 31,480. exempted HRA നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന ടാക്സബിൾ HRA ആണ്. 1920 പ്രീവിയസ് ഇയർ ആ തന്നേക്കുന്നത്. Previous year 1920. Actual HRA received 36,000. Exempted HRA നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 31,480. So the remaining amount taxable is 4,520. Moving to the next question. Mr. Praveen is a government employee in Kolkata. He was residing in his own house. സ്വന്തം വീട്ടിലാണ് താമസിച്ചിരിക്കുന്നത്. But with effect from 1/8/2019, he was transferred to Patna, where he took a rented house. അവിടെ ഒരു rented ഹൗസിലാണ് താമസിച്ചത്. 4,500 per month. His salary during the year included the following. ബേസിക് പേ അപ്പം 1/8/2019 തൊട്ടാണ് റെന്റഡ് ഹൗസ്. ഓക്കെ, 1/8/2019 തൊട്ട് പ്രീവിയസ് ഇയർ തീരുന്ന ഡേറ്റ് വരെ, അതായത് 31 മാർച്ച് വരെ. അപ്പൊ 8 months ആണ് റെന്റഡ് ഹൗസിൽ താമസിച്ചിരിക്കുന്നത്. സാലറി തന്നിട്ടുണ്ട്, എല്ലാം മന്ത്ലി ആണ് തന്നേക്കുന്നത്. ഇവിടെ ഫുൾ ഇയർ ഒന്നും എടുത്തു കളഞ്ഞേക്കരുത്. 8 മാസത്തേക്ക് മാത്രം നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ ചുരുക്കും. ബിക്കോസ് ഈവൻ ദോ HRA മേ ബി വർഷം മുഴുവൻ HRA കിട്ടിയിട്ടുണ്ടായിരിക്കും, ബട്ട് ഹി ക്യാൻ ക്ലെയിം ഇറ്റ് ഓർ അത് ആ അലവൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിഡക്ഷന് കിട്ടുക ഓൺലി വെൻ ഹി ഈസ് റിസൈഡിങ് ഇൻ എ റെന്റഡ് ഹൗസ്. റെന്റഡ് ഹൗസ് ഉള്ള പീരീഡ് എന്ന് പറയുന്നത് 1/8/2019 to 31st March 2020. That is 8 months. Salary for the calculation of HRA. ആദ്യം ബേസിക് പേ അല്ലെങ്കിൽ ബേസിക് സാലറി,
22,000 into 8. 8 മാസത്തെ എടുത്താൽ മതി. 1,76,000. ബേസിക് സാലറി കഴിഞ്ഞാൽ അടുത്ത ഐറ്റം DA ഫോമിംഗ് പാർട്ട് മാത്രം എടുക്കുക. $4,000 into 8. So the salary for the computation of HR എന്ന് പറയുന്നത് 2,08,000. റെന്റ് പെയ്ഡ് ക്വസ്റ്റ്യനിലും തന്നിരിക്കുന്നത് മന്ത്ലി ആണ്. 8 മാസമാണ് റെന്റഡ് ഹൗസ്. into 8. So that is equal to rupees 36,000. അടുത്ത് നമ്മൾ സാലറി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാം എക്സംപ്റ്റഡ് HR. പാറ്റ്നയിലാണ് താമസിച്ചത്, റെന്റ് എടുത്ത്. അപ്പോൾ 40% ഓഫ് സാലറിയാണ് എടുക്കുന്നത്. So in this question, the actual amount of HR received is 2,500 into 12. 12 മാസവും കിട്ടും. അപ്പം ഓൺഡ് ഹൗസിൽ താമസിച്ച് കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ എമൗണ്ട് ടാക്സ് ഉണ്ടാകും. 30,000 റിസീവ് ചെയ്തിട്ടുണ്ട്. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. റെന്റ് പെയ്ഡ് നമ്മൾ അപ്പോഴേ കണ്ടു. 36,000 മൈനസ് നമ്മൾ അപ്പോഴേ കണ്ടുപിടിച്ച 10% ഓഫ് സാലറി 20,800. The amount is 15,200. ഇനി 40% ഓഫ് സാലറി ആണ് നോക്കേണ്ടത്. ദാറ്റ് അമൗണ്ട്സ് ടു 2,08,000 40%, 83,200. നമുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ടാക്സബിൾ HRA ഫോർ ദ പ്രീവിയസ് ഇയർ 1920 ആണ്. ആദ്യം ആക്ച്വൽ HRA റിസീവ്ഡ് 30,000. എക്സംപ്റ്റഡ് HRA ലീസ്റ്റ് ആണ് എടുക്കേണ്ടത്. മുകളിൽ എടുത്തതിൽ ഏറ്റവും ലീസ്റ്റ് 15,200. So the taxable portion of HRA will be 14,800. ഈ ക്വസ്റ്റ്യനിൽ there are some notes നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. The first one is place where services rendered അല്ല നോക്കേണ്ടത്, place where rent paid is relevant. Not the place of employment. Second one is the period during which no rent paid
is not considered for the calculation of exempted HR. Then salary for relevant period. So that relevant period is 8 months. During which rent has been paid is considered. Then very important, if a person lives in his own house and receiving HRA, the full amount received will be taxed. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Next question, that is Kasim is employed in a limited company and he is getting a DA of 20% of salary അതിന്റെ 50%. അപ്പൊ ആദ്യം 20% കണ്ടുപിടിക്കുക സാലറിയുടെ, അപ്പൊ DA കിട്ടും. അതിന്റെ 50% ആണ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, അത് മാത്രം എടുക്കുക. HRA കിട്ടുന്നുണ്ട്, അത് ഇയർലി ആക്കുക. Mr. Kasim did not pay any rent till 30th September as he was living with a friend. From 1st October he shifted to a rented house. Rented ഹൗസിൽ പോകുന്ന ഡേറ്റ് നമ്മളിപ്പോ ചെയ്ത പോലെ റെലവന്റ് പീരീഡ് എടുത്ത് വേണം ചെയ്യാൻ. You can try this question by yourself. If you have any doubts, you can ask me.